ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ് എഞ്ചിനീയറിംഗിലെ കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചാപ്റ്റർ 1 ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ആ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 27ാമത്തെ ചാപ്റ്ററാണ്. സോ ഇതിനകത്ത് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ ഫോളോയിങ് ഡാറ്റ വർ റെക്കോർഡഡ് ഡ്യൂറിങ് ടെസ്റ്റിംഗ് ഓഫ് എ 4-stroke സൈക്കിൾ ഗ്യാസ് എഞ്ചിൻ. ഏരിയ ഓഫ് ദി ഇൻഡിക്കേറ്റർ ഡയഗ്രാം 900 mm², length of the indicator diagram 70 mm, spring scale 0.3 bar per mm, diameter of the piston 200 mm, length of the stroke 250 mm, and speed 300 rpm. Determine the indicated mean effective pressure and indicated power. ഇവിടെ എന്താണ്, ഒരു 4-stroke സൈക്കിൾ ഗ്യാസ് എഞ്ചിൻ്റെ ടെസ്റ്റിംഗ് ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പ്രിംഗ് സ്കെയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ്, മീൻ ഇഫക്റ്റീവ് പ്രഷർ കാണണം, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റഡ് പവർ കാണണം. പിന്നെ തന്നിട്ടുള്ള എന്താണ്, പിസ്റ്റൻഡായ പിന്നെ സ്ട്രോക്ക് ലെങ്ത്ത്, പിന്നെ എന്താണ്, സ്പീഡ് തന്നിട്ടുണ്ട്. RPM-ലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ ഇപ്പോൾ എൻജിൻ സ്പെസിഫിക്കേഷൻ തന്നിട്ടുള്ളത് എന്താണ്, 4-stroke എൻജിനാണ്. അപ്പോൾ നമ്മളെന്താണ്, സ്പീഡ് N/2 ആണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഏരിയ ഓഫ് ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ID എത്രയാണ്, 900 mm² ആണ് തന്നിട്ടുള്ളത്. അടുത്തത് ലെങ്ത് ഓഫ് ദി ഇൻഡിക്കേറ്റർ ഡയഗ്രാം തന്നിട്ടുണ്ട്, 70 mm ആണ് തന്നിട്ടുള്ളത്. അടുത്തത് സ്പ്രിംഗ് സ്കെയിൽ തന്നിട്ടുണ്ട്. സ്പ്രിംഗ് സ്കെയിൽ S എന്നാണ്, 0.3 bar per mm ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് PM ആണ്, അതായത് മെയിൻ ഇൻഡിക്കേറ്റഡ് മെയിൻ ഇഫക്റ്റീവ് പ്രഷറാണ് കാണേണ്ടത്. സോ PM ഇസ് ഈക്വൽ ടു ഏരിയ ബൈ ലെങ്ത് ഓഫ് ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഇൻറ്റു സ്പ്രിംഗ് സ്കെയിൽ. എത്ര വരും, 900 into 0.3 divided by 70 is equal to 3.857 വരും. അപ്പോൾ 3.6 bar എന്ന് എടുക്കാം. ഇതാണ് എന്ത്, മീൻ ഇഫക്റ്റീവ് പ്രഷർ വരുന്നത്. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഇൻഡിക്കേറ്റഡ് പവറാണ്. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ് നോക്കാം. ഡയമീറ്റർ പിസ്റ്റൻ്റെ ഡയ തന്നിട്ടുണ്ട്. അപ്പോൾ പിസ്റ്റൻ ഡയ D is equal to എത്രയാണ്, 200 mm ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണ്, 0.2 മീറ്റർ ആണ്. അടുത്ത് തന്നിട്ടുള്ളത് ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക് ആണ്, L. സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, എത്രയാണ്, 250 mm ആണ് തന്നിട്ടുള്ളത്. അത് 0.25 മീറ്ററാണ്. പിന്നെ തന്നിട്ടുള്ളത് സ്പീഡാണ്, N is equal to 300 എന്നാണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ എന്താണ്, 4-stroke എഞ്ചിനാണ്. അപ്പോൾ നമ്മൾ 2-stroke ആണെങ്കിൽ സ്പീഡ് അങ്ങനെ തന്നെ എടുക്കും. 4-stroke എഞ്ചിനാണെന്നുണ്ടെങ്കിൽ N/2, അതായത് 300 തന്നിട്ടുണ്ടെങ്കിൽ 150 ആണ് എടുക്കുക. സോ ഇനി IP കാണാനുള്ള ഇക്വേഷൻ പറയുന്നത് 100 ഇൻറ്റു PM, മീൻ ഇഫക്റ്റീവ് പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് ദി ഇൻഡിക്കേറ്റഡ് മീൻസ് സിലിണ്ടറിൻ്റെ ഏരിയ ഇൻറ്റു ലെങ്ത് ക്രാങ്ക്, അത് സ്ട്രോക്ക് ലെങ്ത്ത് ഇൻറ്റു N ഇൻറ്റു സ്മോൾ n. അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് സ്പീഡാണ്, നമ്മളിവിടെ N/2 ആണ് എടുക്കുന്നത്. സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിലിണ്ടറാണ്. ഇവിടെ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് നമുക്ക് തന്നിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് N എന്താണ്, 1 ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എന്താണ്, N = 1 എന്ന് എടുക്കാം. ദെൻ ഓൾ ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ഇതെന്താണ്, കിലോ വാട്ടിലാണ് നമുക്ക് കിട്ടുക. PM ബാറിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ്, PM എന്ന് പറയുന്നത് 3.86 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇൻറ്റു 100 ഇൻറ്റു ഇനി ALN/60 എന്ന് പറയുമ്പോൾ അതിനകത്ത് A എന്ന് പറയുന്നത് π/4 d². d²ൻ്റെ വാല്യൂ നമുക്ക് എന്താണ്, 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് സ്ക്വയർ ഇൻറ്റു ലെങ്ത്ത്, ക്രാങ്ക് ലെങ്ത്ത് 0.25 ഓൾ ഡിവൈഡ് ബൈ 60 ഇൻറ്റു ഇനി സ്മോളിന് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, 1 ആണ്. അടുത്തത് 300 ആണ് നമുക്ക് എന്താ തന്നിട്ടുള്ളത്. അപ്പോൾ 150 ഇടുക. ഇതിന് ആൻസർ വരുന്നത് 7.56 കിലോ വാട്ടാണ് വരുന്നത്. ഇതാണ് ഇൻഡിക്കേറ്റർ പവർ വരുന്നത്. ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
A two-stroke cycle internal combustion engine has a mean effective pressure of 6 bar. The speed of the engine is 1000 rpm if the dia of the piston and stroke are 110 mm and 140 mm respectively. Find the indicated power. ഇവിടെ എന്താണ് നമുക്ക് മീൻ ഇഫക്റ്റീവ് പ്രഷർ തന്നിട്ടുണ്ട്. ടു സ്ട്രോക്ക് സൈക്കിളാണ്, ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. പിന്നെ എന്നും തന്നിട്ടുണ്ട്, അതായത് സ്പീഡ് തന്നിട്ടുണ്ട്. പിന്നെ പിസ്റ്റൻ്റെ ഡയയും സ്ട്രോക്ക് ലെങ്ത്തും തന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റഡ് പവറാണ് കാണേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ടു സ്ട്രോക്ക് എഞ്ചിനാണ്. സോ എന്നെ തന്നെ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1000 rpm ആണ്. പിന്നെ പിസ്റ്റൻ്റെ ഡയ വരുന്നത് 110 mm ആണ്. അപ്പോൾ 0.11 മീറ്റർ. ദെൻ സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുള്ളത് 140 mm ആണ്. അപ്പോൾ 0.14 മീറ്റർ. ഇനി എന്താ നമുക്ക് തന്നിട്ടുള്ളത്, PM തന്നിട്ടുണ്ട്, 6 ബാറാണ് തന്നിട്ടുള്ളത്. എന്താണ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് IP ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത് PM × 100 × ALN/60 × സ്മോൾ n. അപ്പോൾ ഇവിടെ സ്മോൾ n എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കാം. നമുക്ക് എന്താണ് നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് മെൻഷൻ ചെയ്തിട്ടില്ല. PM എന്ന് പറയുന്നത് 6 ബാറാണ്, × 100 × ഇവിടെ π/4 × നമ്മുടെ ഡയമീറ്റർ 0.11 ആണ്, 0.11² × 0.14. അതാണ് സ്ട്രോക്ക് ലെങ്ത് വരുന്നത്, × 1000 ആണ് RPM, ഓൾ ഡിവൈഡഡ് ബൈ 60. നമുക്ക് ആൻസർ വരുന്നത് 13.3 kW ആണ് വരുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്യാസ് എഞ്ചിൻ ഹാസ് പിസ്റ്റൺ ഡയ 150 mm ആണ് വരുന്നത്. സ്ട്രോക്ക് ലെങ്ത് വരുന്നത് 250 mm ആണ്. The speed of the engine is 250 rpm and average number of explosion per minute are 90 per minute. The mean effective pressure is 77 bar and the average torque on the brake is 140 Newton meter. Find the indicated power, brake power and mechanical efficiency. ഇവിടെ എന്താണ്, പിസ്റ്റൻ്റെ ഡയ തന്നിട്ടുണ്ട്, സ്ട്രോക്ക് ലെങ്ത് 250 mm തന്നിട്ടുണ്ട്, അതുപോലെ എൻജിൻ സ്പീഡ് 250 rpm തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലോഷൻ 90 per minute ആണ് തന്നിട്ടുള്ളത്. പിന്നെ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് മീൻ ഇഫക്റ്റീവ് പ്രഷർ PM തന്നിട്ടുള്ളത് 7 bar ആണ്. ആവറേജ് ടോർക്ക് തന്നിട്ടുള്ളത് 140 Newton meter ആണ്. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ IP, ബ്രേക്ക് പവർ BP, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് നോക്കാം. നമ്മളോട് സ്ട്രോക്ക് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ നമ്പർ ഓഫ് സിലിണ്ടർ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്താണ് സ്മോൾ n 1 ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ RPM അതുപോലെ തന്നെ എടുക്കാം. ഇനി ഫസ്റ്റ് എന്താണ് തന്നിട്ടുള്ളത്, പിസ്റ്റൺ ഡയ തന്നിട്ടുള്ളത് 150 mm ആണ്. അപ്പോൾ 0.15 മീറ്റർ ആണ് വരുന്നത്, 0.15 മീറ്റർ. അതുപോലെ തന്നെ സ്ട്രോക്ക് ലെങ്ത് L = 250 mm തന്നിട്ടുണ്ട്. അപ്പോൾ 0.25 മീറ്റർ എന്ന് എടുക്കാം. അടുത്ത് തന്നിട്ടുള്ള എന്താണ്, സ്പീഡ് 250 rpm ആണ്. അപ്പോൾ N = 250 rpm ആണ് തന്നിട്ടുള്ളത്. അടുത്തത് എക്സ്പ്ലോഷൻ പെർ മിനിറ്റ് തന്നിട്ടുള്ളത് 90 per minute ആണ് തന്നിട്ടുള്ളത്. അടുത്തത് PM തന്നിട്ടുള്ളത് മീൻ ഇഫക്റ്റീവ് പ്രഷർ 7 bar ആണ്. അടുത്ത് തന്നിട്ടുള്ളത് ടോർക്ക് T = 140 Newton meter ആണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് IP കാണാം. IP = PM 100 × ALN/60 × സ്മോൾ n, ALN/60 × സ്മോൾ n. സോ നമുക്ക് സ്മോൾ n തന്നിട്ട് 1 എന്ന് എടുക്കാം, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വന്നിട്ടുള്ളത് PM തന്നിട്ടുള്ളത് 7 bar ആണ്, 7 bar ആണ്, × 100 × π/4 × D² വരുന്നത് 0.15² ആണ്, × 0.25 ആണ് സ്ട്രോക്ക് ലെങ്ത്ത്, ഇവിടെ നമുക്ക് എക്സ്പ്ലോഷൻ പെർ മിനിറ്റ് 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡിവൈഡ് ബൈ 60. ഇതിന് ആൻസർ വരുന്നത് 4.636 ആണ്, 4.636 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 4.64 kW എടുക്കാം. 4.64 kW ആണ് IP വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് മെക്കാനിക്കൽ എഫിഷ്യൻസി കാണാൻ. ഇനി നമുക്ക് എന്താണ് BP കാണണം. അപ്പോൾ 4.64 kW ആവശ്യമുണ്ട്. ഇനി അടുത്ത് എന്താണ് BP = നമുക്ക് വരുന്നത് എന്താണ് 2.T/60 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ 2 × π × 250 × ടോർക്ക് 140 ആണ് തന്നിട്ടുള്ളത്, /60.
എത്ര വരും നോക്കാം. അപ്പോൾ ഇത് വാട്ടിലാണ് ഈ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ 3663.3 എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാം, 1000 തൊട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിലോ വാട്ടിൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് 3.6766 എന്ന് കിട്ടും. 3.7 കിലോ വാട്ടിന് എടുക്കാം. ഇതാണ് നമ്മുടെ ബി പി വരുന്നത്. ഇത് നമുക്ക് വേണ്ടത് എന്താണ്, മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. അപ്പോൾ ഈറ്റ എം ഈക്വൽ ടു നമുക്ക് എന്താണ് ബി പി ഡിവൈഡഡ് ബൈ ഐ പി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈറ്റ 3.7 ഡിവൈഡഡ് ബൈ 4.64. 0.789 ആണ് വരുന്നത്. നമുക്കൊരു 79% എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് എ ട്രയൽ ഓഫ് എ സിംഗിൾ സിലിണ്ടർ 4-stroke IC എഞ്ചിൻ. ഇവിടെ എന്താണ് നമ്പർ ഓഫ് സിലിണ്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ 4-stroke ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദി ഫോളോയിങ് ഒബ്സർവേഷൻസ് വർ റെക്കോർഡഡ്. മീൻ ഇഫക്റ്റീവ് പ്രഷർ 4 bar, സ്പീഡ് 200 RPM, ബ്രേക്ക് പവർ 7.5 kW, ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക് 1.5 times ഡയമീറ്റർ ഓഫ് ദി പിസ്റ്റൺ. ഇവിടെ എന്താണ് നമുക്ക് മീൻ ഇഫക്റ്റീവ് പ്രഷർ തന്നിട്ടുള്ള 4 bar ആണ്. സ്പീഡ് n = 200 RPM തന്നിട്ടുണ്ട്. ബ്രേക്ക് പവർ BP തന്നിട്ടുണ്ട് 7.5 kW ആണ്. ഇനി പറഞ്ഞിട്ടുള്ളത് ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക് എന്ന് പറയുന്നത് 1.5 times ദി ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ ആണ്. അപ്പോൾ ഇവിടെ ഇൻ മെക്കാനിക്കൽ എഫിഷ്യൻസി 70%, ഫൈൻഡ് ദി ഡയമെൻഷൻ ഓഫ് ദി എഞ്ചിൻ. അപ്പോൾ എന്താണ് ഡിയും എല്ലും ആണ് കാണേണ്ടത്. എഞ്ചിൻ്റെ ഡയമെൻഷനിൽ നമുക്ക് അറിയുന്നത് എന്താണ്, പിസ്റ്റൻ്റെ ഡൈയും എല്ലും ആണ് തരാറ്. അപ്പോൾ അത് നമുക്ക് എന്താണ് തന്നിട്ടില്ല. സോ അവർ തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട് എന്താണ്. അതുപോലെ മെക്കാനിക്കൽ എഫിഷ്യൻസിയും ബ്രേക്ക് പവറും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് അവരുടെ ഡയമെൻഷനാണ് കാണേണ്ടത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് എഞ്ചിൻ്റെ ഡയമെൻഷനാണ് കാണേണ്ടത്. അതിനകത്ത് BP തന്നിട്ടുണ്ട്, മെക്കാനിക്കൽ എഫിഷ്യൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി ഈറ്റ എം ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്, BP ഡിവൈഡഡ് ബൈ IP ആണ് വരുന്നത്. സോ നമുക്ക് IP ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, ഈറ്റ എം ഇൻറ്റു BP എന്ന് എഴുതാം. സോ നമുക്ക് എന്താണ് BP തന്നിട്ടുണ്ട്. BP ഈസ് ഈക്വൽ ടു 7.5 kW ആണ് തന്നിട്ടുള്ളത്. അതുപോലെ ഈറ്റ എം എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസി 70% ആണ്. അപ്പോൾ 0.7 എന്നെടുക്കാം. സോ നമുക്ക് എന്താണ് IP ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 0.7 ഇൻറ്റു 7.5 ചെയ്യാം. ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, 10.71 എന്ന് കിട്ടും. 10.71 kW ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് IP കിട്ടി. ഇനി നമുക്ക് എന്താണ് 4-stroke എഞ്ചിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് 4-stroke എഞ്ചിനാണ്. സോ നമുക്ക് എന്താണ് RPM n/2 ആണ് എടുക്കേണ്ടത്. പിന്നെന്താണ് തന്നിട്ടുള്ളത്, നമുക്ക് മീൻ ഇഫക്റ്റീവ് പ്രഷർ PM തന്നിട്ടുണ്ട്. PM ഈസ് ഈക്വൽ ടു 4 bar ആണ് തന്നിട്ടുള്ളത്. D തന്നിട്ടില്ല, L തന്നിട്ടില്ല. അവർ തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. L = 1.5 D ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് സിലിണ്ടർ വരുന്നത് എന്താണ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. സ്മോൾ n എന്താണ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് IPയുടെ ഇക്വേഷൻ IP ഈസ് ഈക്വൽ ടു PM ഇൻറ്റു 100 ഇൻറ്റു ln/60 ഇൻറ്റു സ്മോൾ n. ഇപ്പോൾ സ്മോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ്, ക്യാൻസൽ ചെയ്യാം. പിന്നെന്താണ് PM 4 ആണ്. 4 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 60. ദെൻ ln എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്ത് n നമുക്ക് n/2 ആയിട്ടാണ് എടുക്കേണ്ടത്. ഇവിടുത്തെ n എന്ന് പറയുന്നത് RPM. അപ്പോൾ നമുക്ക് RPM n തന്നിട്ടുള്ള ക്യാപിറ്റൽ n എത്രയാണ്, 200 ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് 100 ആയിട്ടാണ് എടുക്കേണ്ടത്. ഇൻറ്റു ഇനി ln എന്ന് പറയുമ്പോൾ π/4 ഇൻറ്റു d² എന്ന് പറയുന്നത് d² ഇടാം. അതുപോലെ തന്നെ L എന്ന് പറയുന്നത് എന്താണ് 1.5 D എന്ന് ഇടാം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി വൃത്തി എഴുതാം. അപ്പോൾ നമുക്ക് IP അറിയാം. IP ഈസ് ഈക്വൽ ടു എത്രയാണ്, 10.71 ആണ്. ഇത്രയും കിലോവാട്ടാണ് IP എന്ന് പറയുന്നത്. അതിനകത്ത് ഇനി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, 4 ഇൻറ്റു 100 ഇൻറ്റു അതായത് മീൻ ഇഫക്റ്റീവ് പ്രഷർ ഇൻറ്റു 100 ഉണ്ട്. പിന്നെ ഇൻറ്റു RPM നമുക്കാണ് n/2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 200/2 വരുന്നത് 100 ആണ്. ഓൾ ഡിവൈഡ് ബൈ 60. ദെൻ എന്താണ് ഇത് നമുക്ക് π/4 ഉണ്ട്. അതുപോലെ d² എന്നുള്ളിടത്ത് d² തന്നെ ഇടുക. അത് L എന്നുള്ളിടത്ത് 1.5 D എന്ന് ഇടുക. എന്ത് ചെയ്യുക, ഇതിനകത്ത് നമുക്ക് d³ കിട്ടും. അത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൽ നിന്ന് D കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ഈ 4 ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ തന്നെ എന്താണ് ഇവിടെ 1.5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക്
ഇതിന് നമുക്ക് 15 ആക്കാം. അതിനകത്ത് നിന്ന് ഒരു 10 ക്യാൻസൽ ചെയ്ത് കളയാം. 60 0 ക്യാൻസൽ ചെയ്ത് കളയാം. എന്താണ് പറയുക, 15/6 എന്ന് വരും. നമുക്കിതിൽ 5 × 500/3 പൈ എന്ന് എഴുതാം. ഇത്രയും ഇൻറ്റു ഡി ക്യൂബാണ് എന്ത് 10.71 എന്ന് പറയുന്നത്. നമുക്കെന്താണ് ഡി ക്യൂബ് നമുക്ക് എന്തെന്ന് കിട്ടും? അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 0.238 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് 240 mm എന്ന് എടുക്കാം. എന്ത് നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് L എന്ന് പറയുന്നത് എന്താണ് 1.5 ടൈംസ് ഡി ആണ്. എന്ത് ചെയ്താൽ മതി 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ പൈൻ്റെ വാല്യൂവിന് പകരം എന്താണ് 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉള്ളൊരു വാല്യൂ ആണ് വരിക. 270 mm ഒക്കെ വരും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പൈയുടെ 3.14 അല്ല, പൈയുടെ വാല്യൂ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്തതാണ് 240 mm എന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇനി സ്ട്രോക്ക് ലെങ്ത് വരുന്നത് 360 ആണ്. 358 ആണ് വരുന്നത്. നമുക്കൊരു 360 mm എന്ന് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ π/3.14 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 410 എന്നൊക്കെയാണ് സ്ട്രോക്ക് ലെങ്ത് കിട്ടുക. അപ്പോൾ അങ്ങനെ വാല്യൂവിൽ ചെറിയ വ്യത്യാസം വരും. ഇതാണ് ആൻസർ വരുന്നത്. നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡ് 4 സ്ട്രോക്ക് സൈക്കിൾ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ഹാസ് ബോർ 100 mm ആൻഡ് സ്ട്രോക്ക് 150 mm. അതാണ് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് 4 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനാണ്. CI എഞ്ചിനാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ബോർ തന്നിട്ടുള്ളത് 100 mm ആണ്. ദെൻ സ്ട്രോക്ക് ലെങ്ത്ത് 150 mm തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ RPM തന്നിട്ടുള്ളത് 450 ആണ്. ഇനി ബ്രേക്ക് വീൽ ഡയ തന്നിട്ടുണ്ട് 600 mm ആൻഡ് ബാൻഡ് തിക്നെസ് 5 mm. ലോഡ് ഓൺ ദ ബാൻഡ് 210 Newton. സ്പ്രിംഗ് ബാലൻസ് റീഡിംഗ് 30 Newton. ഏരിയ ഓഫ് ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം 4.415 mm². ലെങ്ത് ഓഫ് ദി ഇൻഡിക്കേറ്റർ ഡയഗ്രാം 62.5 mm. സ്പ്രിംഗ് സ്കെയിൽ തന്നിട്ടുള്ള 1.1 bar/mm. SFC തന്നിട്ടുണ്ട് 0.3 kg/bp/hour. കലോറിഫിക് വാല്യൂ 42,000 kJ/kg തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി ആൻഡ് ഇൻഡിക്കേറ്റർ തെർമൽ എഫിഷ്യൻസിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് BP കാണണം, IP കാണണം, എന്നാലേ നമുക്ക് ഈ ടൈം കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ് SFC തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് MF കാണണം. ദെൻ എന്താണ് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസിയും കാണണം. നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു 4 സ്ട്രോക്ക് CI എഞ്ചിനാണ്. അപ്പോൾ എൻജിൻ സ്പെസിഫിക്കേഷൻ 4 സ്ട്രോക്ക് എഞ്ചിനാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് N/2 ആണ് എടുക്കേണ്ടത്. പിന്നെ N തന്നിട്ടുള്ളത് RPM എത്രയാണ് 450 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണ് 225 ആണ് എടുക്കേണ്ടത്. പിന്നെ ബോർ തന്നിട്ടുള്ളത് 100 mm ആണ്. അപ്പോൾ ഇത് 100 mm ആണ് തന്നിട്ടുള്ളത്. = 0.1 മീറ്റർ. ദെൻ സ്ട്രോക്ക് ലെങ്ത്ത് ക്യാപിറ്റൽ L തന്നിട്ടുള്ളത് 150 mm ആണ്. സോ 0.15 മീറ്റർ ആണ് സ്ട്രോക്ക് ലെങ്ത്ത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കുറേ ഡാറ്റാസ് തന്നിട്ടുമുണ്ട്. നമുക്ക് എന്താണ് ഇത് വെച്ച് ഇനി എന്താണ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം. അപ്പോൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ഏരിയ തന്നിട്ടുള്ളത് ഏരിയ ഓഫ് ദി ID എത്രയാണ് 415 mm² ആണ് തന്നിട്ടുള്ളത്. അടുത്തത് സ്മോൾ L തന്നിട്ടുണ്ട്. അതായത് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ലെങ്ത്ത് തന്നിട്ടുള്ളത് 62.5 mm ആണ്. സ്കെയില് സ്പ്രിംഗ് സ്കെയിൽ തന്നിട്ടുള്ളത് 1.1 bar/mm ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് ആദ്യം IP കാണാം. സോ IP = 100 × PM × സോ നമുക്ക് എന്താണ് PM കൂടി ആവശ്യമുണ്ട്. PM നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. PM × ALN/60 × സ്മോൾ n. നമുക്ക് എൻജിൻ്റെ നമ്പർ ഓഫ് സിലിണ്ടർ തന്നിട്ടില്ല. സോ നമുക്ക് എന്താണ് 1 ആയിട്ട് എടുക്കാം. = 100 × നമുക്ക് PM കാണണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം PM കാണണം. PM = എന്താണ് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ഏരിയ / ലെങ്ത് ഓഫ് ദി ഇൻഡിക്കേറ്റർ ഡയഗ്രാം × സ്പ്രിംഗ് സ്കെയിൽ. അപ്പോൾ
ഏരിയ തന്നിട്ടുള്ളത് 415 ആണ്, ഡിവൈഡ് ബൈ ലെങ്ത് 62.5 ആണ്, ഇൻറ്റു 1.1 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ 7.304 ബാർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പി എം കിട്ടി. എന്താണ് നമുക്ക് ഐ പി കാണണം. സോ അതെന്താണ് 7.304 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എം ഇൻറ്റു 100 ഇൻറ്റു ഇനി ഏരിയ എന്ന് പറയുന്നത് π/4 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ എന്താണ് 0.1 മീറ്റർ ആണ്, 0.1 സ്ക്വയർ വരും, ഇൻറ്റു 0.15 ഇൻറ്റു എൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് n/2 ആണ് എടുക്കേണ്ടത്, 225 വരും, ഹോൾ ഡിവൈഡഡ് ബൈ 60. ഇത് എത്ര വരും? ഇതിൻ്റെ ആൻസർ ഐ പി എന്ന് പറയുന്നത് 3.23 കിലോ വാട്ട് എന്ന് വരും. 3.23 കിലോ വാട്ടാണ് നമ്മുടെ ഐ പി വരുന്നത്. ഇനി നമുക്ക് ബി പി കാണാം. സോ നമ്മുടെ ഐ പി 3.23 കിലോ വാട്ടാണ്. ഇനി ബി പി കാണാം. അതിന് വേണ്ടിയിട്ട് ബാക്കി ഡാറ്റ നോക്കാം. അപ്പോൾ ബ്രേക്ക് വീൽ ഡയ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 600 mm. ദെൻ ബാൻഡ് തിക്നെസ് സ്മോൾ ഡി ഈക്വൽ ടു 5 mm ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ റോപ്പ് ഡയ എന്നൊക്കെ പറയും. ലോഡ് തന്നിട്ടുള്ളത്, സോ നമുക്ക് ലോഡ് തന്നിട്ടുള്ളത് 210 ന്യൂട്ടൺ ആണ്. അടുത്തത് സ്പ്രിംഗ് ബാലൻസ് റീഡിങ് തന്നിട്ടുള്ളത് 30 ന്യൂട്ടൺ ആണ്. ഇനി തന്നിട്ടുള്ളത് എന്താണ്? സോ നമുക്ക് ലോഡ് WH ആണ് എടുക്കുന്നത്. അടുത്തത് നമുക്ക് ബി പി കാണാം. ബി പി ഈക്വൽ ടു നമുക്ക് എന്താണ് 2.T/60 ഉണ്ട്. അതുപോലെ തന്നെ πdn/60 ഇൻറ്റു W മൈനസ് എസ്. അപ്പോൾ ഇതിനകത്ത് ഡിക്ക് പകരം ഡി പ്ലസ് സ്മോൾ ഡി കൂടി ആഡ് ചെയ്യാം, ഡി പ്ലസ് സ്മോൾ ഡി. അപ്പോൾ ഇതും എന്താണ് ബി പി കാണാനുള്ള ഒരു ഇക്വേഷനാണ്. അതാണ് W മൈനസ് എസ് ഇൻറ്റു πdn/60 ഡി പ്ലസ് സ്മോൾ ഡി ഇൻറ്റു n/60. സോ ഇവിടെ എന്താണ് W എന്ന് പറയുന്നത് 210 ആണ്, മൈനസ് 30 ഇൻറ്റു പൈ ഇൻറ്റു ഇപ്പോൾ ഡി എന്ന് പറയുന്നത് എത്രയാണ് 600 + 5 ആണ്. അപ്പോൾ 0.605 മീറ്റർ ആണ് വരുന്നത്, ഇൻറ്റു എൻ എന്ന് പറയുന്നത് 450 ഹോൾ ഡിവൈഡഡ് ബൈ 60. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ആൻസർ 2.6 കിലോ വാട്ട് എന്ന് കിട്ടും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? മെക്കാനിക്കൽ എഫിഷ്യൻസി കാണണം. സോ ഈ ടൈം ഈക്വൽ ടു ബി പി ഡിവൈഡഡ് ബൈ ഐ പി. സോ നമുക്ക് ബി പി 2.6 ആണ് കിട്ടിയിട്ടുള്ളത്, ഐ പി 3.23 ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.79 ഒക്കെ കിട്ടും. അപ്പോൾ 80% ആണ് എഫിഷ്യൻസി വരുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഈറ്റ ഐ ടി ആണ്, അതായത് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസിയാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഐ പി ഇൻറ്റു 3600 ഡിവൈഡഡ് ബൈ എം എഫ് ഇൻറ്റു സി ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിതിനകത്ത് എം എഫ് തന്നിട്ടില്ല. ഐ പി നമുക്കറിയാം, ഐ പി ഈക്വൽ ടു 3.23 ആണ്, 3 കിലോ വാട്ട്. ദെൻ എം എഫ് തന്നിട്ടില്ല നമുക്ക്. പിന്നെ തന്നിട്ടുള്ള എന്താണ്? സി ഈക്വൽ ടു 442,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. അടുത്തത് നമുക്ക് തന്നിട്ടുള്ള എന്താണ്? എസ് എഫ് സി തന്നിട്ടുണ്ട്. എസ് എഫ് സി 0.3 കിലോഗ്രാം പെർ ബി പി പെർ ഹവറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കിലോഗ്രാം പെർ ബി പി പെർ ഹവർ എന്ന് പറയുമ്പോൾ എസ് എഫ് സി ഇസ് ഈക്വൽ ടു എം എഫ് ഡിവൈഡഡ് ബൈ ബി പി ആണ്. നമുക്ക് എന്താണ് 0.3 എന്ന് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് എം എഫ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ബി പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ബി പിയുടെ വാല്യൂ 2.6 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എം എഫ് എത്ര എന്ന് കിട്ടും? എം എഫ് ഈക്വൽ ടു 0.78 എന്ന് കിട്ടും. സോ നമുക്ക് എം എഫ് കിട്ടി 0.78. ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി കിട്ടും. അപ്പോൾ 3.23 ഇൻറ്റു 3600 ഡിവൈഡ് ബൈ 0.78 ഇൻറ്റു 42,000. ഇതിൻ്റെ ആൻസർ വരുന്നത് 35% ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫോളോയിങ് ഡാറ്റ റെഫർ ടു ടെസ്റ്റ് ഓൺ പെട്രോൾ എൻജിൻ ഇൻഡിക്കേറ്റഡ് പവർ. നമുക്ക് എന്താണ്? ഐ പി ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സോ ഐ പി ഈക്വൽ ടു 30 കിലോ വാട്ട്. ദെൻ ബി പി ഈക്വൽ ടു ബ്രേക്ക് പവർ തന്നിട്ടുണ്ട് 26 കിലോ വാട്ട്. ദി എൻജിൻ സ്പീഡ് അപ്പോൾ എന്നെ തന്നിട്ടുള്ളത് 1800 RPM ആണ്. ഫ്യൂവൽ പെർ ബ്രേക്ക് പവർ ഹവർ തന്നിട്ടുള്ളത് 0.35
കിലോഗ്രാം ആണ്. പിന്നെ കലോറിഫിക് വാല്യൂ സി തന്നിട്ടുള്ളത് 44100 ആണ്, കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദി മെക്കാനിക്കൽ എഫിഷ്യൻസി, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, ദെൻ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി. അപ്പോൾ ഐ പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഇൻഡിക്കേറ്റഡ് പവർ തന്നിട്ടുള്ളത് 30 കിലോ വാട്ടാണ്. അടുത്തത് ബി പി ബ്രേക്ക് പവർ തന്നിട്ടുള്ളത് 26 കിലോ വാട്ടാണ്. അടുത്തത് ആർ പി എം തന്നിട്ടുണ്ട്, നമുക്കതിൻ്റെ ആവശ്യമില്ല ഇവിടെ. പിന്നെ ഫ്യുവൽ പെർ ബ്രേക്ക് പവർ തന്നിട്ടുള്ളത് എസ് എഫ് സി ആണ് തന്നിട്ടുള്ളത്. എസ് എഫ് സി ഈക്വൽ ടു 0.35 കിലോഗ്രാം ആണ്. പിന്നെ കലോറിഫിക് വാല്യൂ തന്നിട്ടുണ്ട്, അത് എത്രയാണ് 44100 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം കാണേണ്ടത് ഈറ്റ എം ഇ ആണ്, അതായത് മെക്കാനിക്കൽ എഫിഷ്യൻസി, ദാറ്റ് ഇസ് ബി പി ബൈ ഐ പി ആണ്. ഇപ്പോൾ 26/30 നമുക്ക് 86 പോയിൻറ്റ് സംതിങ് കിട്ടും. അപ്പോൾ 86% ആണ് വരുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസി. അടുത്തത് നമുക്ക് എന്താണ്, നമുക്ക് എം എഫ് തന്നിട്ടില്ല, നമുക്ക് എം എഫ് ആവശ്യമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, എസ് എഫ് സി ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താണ് 0.35 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് എന്താണ് ബ്രേക്ക് പവർ ഫ്യൂൽ കൺസംഷനാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, എം എഫ് ബൈ ബി പി ഇസ് ഈക്വൽ ടു 0.35 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എം എഫ് ഈക്വൽ ടു 26 × 0.35 9.1 എന്ന് കിട്ടും. എം എഫ് 9.1 എന്ന് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി കാണാം, ദാറ്റ് ഈസ് ഐ പി ഇൻറ്റു 3600 ഡിവൈഡ് ബൈ 9.1 എം എഫ് ഇൻറ്റു സി. സോ എന്താണ് ഇക്വേഷൻ എഴുതാം, എം എഫ് ഇൻറ്റു സി. സോ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര കിട്ടും നോക്കാം, 9.1 × 44100. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് 26.9 ഒക്കെ വരും. അപ്പോൾ 27% ആണ് വരുന്നത്. ഐ പിയുടെ വാല്യൂ 30. സോ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഈറ്റ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയാണ് വേണ്ടത്. എന്താണ് ബി പി ഇൻറ്റു 3600 ഡിവൈഡ് ബൈ 9. അതായത് എം എഫ് ഇൻറ്റു സി 9.1 × 44100. അപ്പോൾ ഇവിടെ എന്ത് വരും, നമുക്കിതൊരു ബി പി 26 ആണ് വരുന്നത്. സോ നമുക്ക് എന്താണ് 23.3% എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് ഓഫ് എൻ ഐ സി എഞ്ചിൻ ഈസ് മെഷർഡ് ബൈ റോപ്പ് ബ്രേക്ക് dynamometer. The diameter of the brake pulley is 750 mm and the rope die is 50 mm. Dead load on the tight side of the rope is 410 Newton and the spring balance is 50 Newton. Engine consumes 4 kg per hour of fuel at rated speed of 1000 rpm. The calorific value of the fuel is 44,100 kg per kilojoule per kilogram. Calculate the brake specific fuel consumption and brake thermal efficiency. ഇവിടെ എന്താണ്, ഒരു ഐ സി എഞ്ചിൻ്റെ ഔട്ട്പുട്ട് റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ബ്രേക്ക് ഡയ തന്നിട്ടുള്ളത് 750 mm ആണ്. റോപ്പ് ഡയ 50 mm ആണ് തന്നിട്ടുള്ളത്. ഡെഡ് ലോഡ് 410 Newton ആണ്. സ്പ്രിംഗ് ബാലൻസ് റീഡിങ് 50 Newton ആണ് തന്നിട്ടുള്ളത്. എന്താണ് എസ് എഫ് സി തന്നിട്ടുള്ളത് 4 kg per hour ആണ്. സ്പീഡ് 1000 rpm ആണ്. കലോറിഫിക് വാല്യൂ 44100 കിലോജൂൾ പെർ കിലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. നമ്മൾ കാണേണ്ടത് എസ് എഫ് സി അല്ല, എം എഫ് ആണ് തന്നിട്ടുള്ളത് 4 kg per hour. അപ്പോൾ എസ് എഫ് സി കാണണം, ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷനാണ് കാണുന്നത്, പിന്നെ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി കാണണം. ഇതിനകത്ത് ബ്രേക്ക് പുള്ളിയുടെ ഡയമീറ്റർ തന്നിട്ടുള്ളത് ഡി ക്യാപിറ്റൽ ഡി 750 mm ആണ്. അടുത്തത് സ്മോൾ ഡി എന്താണ്, ബ്രേക്ക് റോപ്പിൻ്റെ ഡയ തന്നിട്ടുള്ളത് 50 mm ആണ്. അടുത്തത് ഡെഡ് ലോഡ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 410 Newton തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിംഗ് ബാലൻസ് റീഡിങ് എസ് ഈക്വൽ ടു 50 Newton ആണ് തന്നിട്ടുള്ളത്. എൻ ഈക്വൽ ടു 1000 rpm ആണ്.
നമുക്കെന്താണ് ബി പി കാണാം. ബ്രേക്ക് പവർ ഈക്വൽ ടു W മൈനസ് എസ് ഇൻറ്റു പൈ ഇൻറ്റു ഡി പ്ലസ് സ്മോൾ ഡി ഇൻറ്റു എൻ ഡിവൈഡ് ബൈ 60 ഇസ് ഈക്വൽ ടു 410 മൈനസ് 50 ഇൻറ്റു പൈ തന്നെ ഇടാം. ഇവിടെ എന്ത് വരും 750 പ്ലസ് 50 എന്ത് വരും 800 mm വരും. അപ്പോൾ എന്ത് വരും 0.8 മീറ്റർ എന്ന് ഇടാം. ദെൻ എൻ എന്ന് പറയുന്നത് 1000 ഹോൾ ഡിവൈഡ് ബൈ 60. ഈ ഒരു വാല്യൂ നമുക്ക് വാട്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതകത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് 15.07 അതായത് 15.08 കിലോ വാട്ട് ബ്രേക്ക് പവർ കിട്ടും. ബ്രേക്ക് പവർ 15.08 കിലോ വാട്ടാണ്. ഇനി നമുക്കെന്താണ് അടുത്ത വാല്യൂ. എഞ്ചിൻ്റെ കൺസംഷൻ 4 കിലോഗ്രാം പെർ ഹവർ, അതായത് MF തന്നിട്ടുണ്ട് 4 കിലോഗ്രാം പെർ ഹവർ ആണ്. സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ SFC കാണണം. ഇസിക്വൽ ടു നമുക്ക് എന്താണ് MF ഡിവൈഡഡ് ബൈ BP ചെയ്താൽ മതി. ഇസിക്വൽ ടു എന്ത് വരും നമുക്ക് 4 ഡിവൈഡ് ബൈ BP 15.08 ചെയ്ത് കഴിഞ്ഞാൽ ഇക്വൽ ടു നമുക്ക് എത്ര കിട്ടും 4 ഡിവൈഡ് ബൈ 15.08 ഇസ് ഈക്വൽ ടു 0.265 എന്ന് കിട്ടും. ഇതാണ് SFC വരുന്നത്. ഇത് കാണേണ്ടത് എന്താണ് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയാണ് കാണേണ്ടത്. അപ്പോൾ അതിന് ഈറ്റ BT ഈസ് ഈക്വൽ ടു BP ഇൻറ്റു 3600 ഇൻറ്റു ഡിവൈഡ് ബൈ MF ഇൻറ്റു കലോറിഫിക് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് BP അറിയാം 15.08 ആണ്. ദെൻ ഇപ്പോൾ MF കിട്ടിയത് 4 ആണ് ഇൻറ്റു C തന്നിട്ടുണ്ട് 44100. അതിൻ്റെ ആൻസർ വരുന്നത് 15.08 ഇൻറ്റു 36 ഡിവൈഡ് ബൈ 4. 0.307 ആണ് വരുന്നത്. നമുക്കിതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും 30.8% എന്ന് കിട്ടും. ഇതാണ് എന്ത് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 4-cylinder 2-stroke cycle petrol engine develops 30 kilowatt brake power at 2500 rpm. The mean effective pressure on each piston is 8 bar and the mechanical efficiency is 80%. Calculate the diameter and stroke of each cylinder if the stroke to bore ratio is 1.5. Also calculate brake specific fuel consumption of the engine if the brake thermal efficiency is 28%. Calorific value of the fuel is 44100 kilojoule per kilogram. ഇവിടെ കാണേണ്ട എന്താണ് ഒരു 4-cylinder 2-stroke സൈക്കിൾ പെട്രോൾ എഞ്ചിനാണ് തന്നിട്ടുള്ളത്. അതിനകത്ത് ബ്രേക്ക് പവർ 30 കിലോ വാട്ട്, അതുപോലെ തന്നെ RPM N തന്നിട്ടുണ്ട് 2500 ആണ്. മീൻ ഇഫക്റ്റീവ് പ്രഷർ തന്നിട്ടുണ്ട് 8 bar ആണ്. മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിട്ടുള്ളത് 80% ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡയമീറ്ററും പിസ്റ്റൺ ഡയ അതുപോലെ തന്നെ സ്ട്രോക്ക് ലെങ്ത് ആണ്. അതുപോലെ തന്നെ സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി 28%, കലോറിഫിക് വാല്യൂ 44100 ആണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ബ്രേക്ക് പവർ തന്നിട്ടുണ്ട് 30 കിലോ വാട്ടാണ്. അതുപോലെ തന്നെ EME മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് BP ബൈ IP ഇസ് ഈക്വൽ ടു എന്താണ് 80% ആണ്, 0.8 ആണ് വരുന്നത്. ദെൻ എന്താണ് N തന്നിട്ടുണ്ട്, N ഈക്വൽ ടു 2500 ആണ്. അടുത്തത് C തന്നിട്ടുണ്ട് 44100 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് വരുന്നത്. അടുത്തത് ഈറ്റ BT തന്നിട്ടുണ്ട്. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി 28% ആണ്, 0.28 ആണ് വരുന്നത്. പിന്നെ PM തന്നിട്ടുണ്ട്, PM 8 bar ആണ് വരുന്നത്.
ദെൻ സ്ട്രോക്ക് ലെങ്ത് ടു ബോർ റേഷ്യോ തന്നിട്ടുള്ളത് എന്ത് വരും 1.5 ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് L = 1.5D എന്ന് എടുക്കാം. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്താണ് നമുക്ക് ബ്രേക്ക് പവറും മെക്കാനിക്കൽ എഫിഷ്യൻസിയും തന്നിട്ടുണ്ട്. സോ നമുക്ക് IP കാണാം. IP = എന്തെന്ന് വരും BP ഡിവൈഡഡ് ബൈ ηme എന്ന് വരും. ദാറ്റ് ഈസ് 30 ഡിവൈഡ് ബൈ 30 kW ഡിവൈഡ് ബൈ 0.8 = 37.5 kW എന്ന് വരും. ഇനി നമുക്ക് IPയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം Lഉം Dയും ആണ് കാണേണ്ടത്. എന്താണ് IP = PM നമുക്ക് തന്നിട്ടുണ്ട് ഇൻറ്റു 100 ഇൻറ്റു ALN/60 ഇൻറ്റു ഇവിടെ നമുക്ക് എന്താണ് ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് തന്നിട്ടുള്ളത്. സോ സ്മോൾ എന്നിൻ്റെ വാല്യൂ സ്പെസിഫിക് തന്നിട്ടുണ്ട് N4 ആണ്. സോ അതും കൂടി നമ്മൾ കാൽക്കുലേഷനിൽ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ PM എന്ന് പറയുന്നത് എത്രയാണ് 8 ബാർ ആണ്. 8 ഇൻറ്റു 100 ഇൻറ്റു A എന്ന് പറയുമ്പോൾ π/4 ഇൻറ്റു D² നമുക്കറിയില്ല. സോ D² ഇൻറ്റു L എന്ന് പറയുന്നത് 1.5D ആണ്. ഇൻറ്റു N എന്ന് പറയുന്നത് 2500 RPM ആണ്. ദെൻ സ്മോൾ n എന്ന് പറയുന്നത് 4 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 60. ഇതിനകത്ത് ഈ 4 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും IP = നമുക്ക് എന്താണ് 37.5 ആണ് വരുന്നത്. സോ നമുക്ക് D = നമുക്ക് 62 mm എന്ന് കിട്ടും. അപ്പോൾ അതെന്താണ് അതിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L = 93 mm എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് SFC കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടീഷൻ തന്നിട്ടുള്ളത് ηBT തന്നിട്ടുണ്ട്. അപ്പോൾ ηBT = BP ഇൻറ്റു 3600 ഡിവൈഡ് ബൈ MF ഇൻറ്റു C. സോ നമുക്ക് MFൻ്റെ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 44100. ഈ 2 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. MF എന്ന് പറയുന്നത് നമുക്ക് MFൻ്റെ വാല്യൂ അറിയില്ല. ηBT തന്നിട്ടുണ്ട് 0.28. സോ നമുക്ക് എന്താണ് ഇതിനകത്ത് BP അറിയാം. അത്രയാണ് 30 ആണ് വരുന്നത്. നമുക്ക് എന്താണ് MF = നമുക്ക് എങ്ങനെ വരും 30 ഇൻറ്റു 36 ഡിവൈഡ് ബൈ 0.28 ഇൻറ്റു 441 എന്ന് കിട്ടും. അതിനകത്ത് നിന്ന് MF എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും 30 ഇൻറ്റു 36 ഡിവൈഡ് ബൈ 0.28 ഇൻറ്റു 441 എന്ന് കിട്ടും. അപ്പോൾ എത്ര വരും 8.75 എന്ന് കിട്ടും. നമുക്ക് MF കിട്ടി. ഇനി BSFC ആണ് കാണേണ്ടത്. ബ്രേക്ക് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് MF ഡിവൈഡഡ് ബൈ BP ആണ്. അപ്പോൾ MFൻ്റെ വാല്യൂ 8.75 ആണ്. ഡിവൈഡ് ബൈ BP എത്രയാണ് 30. അപ്പോൾ 0.291 എന്ന് കിട്ടും. ഇത്രയും എന്താണ് കിലോഗ്രാം പെർ BP പെർ ഹവർ ആണ് വരുന്നത്.